ഹാനോക്കിന്റെ സാക്ഷ്യം. ഈ വിശ്വാസിയായ ദൈവമനുഷ്യനെ കുറിച്ച് വളരെ കുറച്ചേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ, ഏതാനും വാക്യങ്ങൾ മാത്രം. പക്ഷേ ഹാനോക്കിന്റെ സാക്ഷ്യം മൂലം മിക്കവാറും എല്ലാ വിശ്വാസികൾക്കും ഹാനോക്കിന്റെ പേരറിയാം. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു, താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഇതിലും നല്ലൊരു സാക്ഷ്യമുണ്ടാകുമോ? ജീവിതത്തിൽ ഇതിലും ഉയർന്ന ദൗത്യമുണ്ടാകുമോ? ഈ ജീവിതത്തിൽ ഇതിലും കൂടുതൽ പ്രാധാന്യമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ? ഉൽപ്പത്തി 5 വിവരണങ്ങളിൽ നിന്ന് നോഹയ്ക്ക് തൊട്ടു മുമ്പുള്ള കാലത്താണ് ഹാനോക്ക് ജീവിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ആ സമയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അദ്ദേഹം പിന്നെയും കണ്ടു, ഒരു മനുഷ്യൻ തന്നോടുകൂടെ നടക്കുന്നു. കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു ആരാണോ നടന്നത് അയാളുടെ ഉദ്ദേശം. ഹാനോക്കിന്റെ ചെറുമകനായ നോഹയ്ക്ക് ഇതേ സാക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഹാനോക്ക് നമുക്കും എത്ര അത്ഭുതകരമായ ഒരു മാതൃകയാണ്. ഹാനോക്ക് ഒരു വിശ്വാസ ജീവിതം നയിച്ചു. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയായിരുന്നു. താൻ ദൈവത്തോടൊപ്പം നടന്നു തന്റെ വഴികളെ നിയന്ത്രിക്കാൻ ഹാനോക്ക് ദൈവത്തെ അനുവദിച്ചു. അങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. തന്റെ വിശ്വാസം നിമിത്തം ദൈവം ഹാനോക്കിനെ തന്നോടൊപ്പം ചേർത്തു. ക്രിസ്തുയേശുവിൽ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.